ഇന്ന് 2 കഥകളാണ് പറയുന്നത്. പണ്ട് ഒരു നാട്ടിൽ ഒരു കൃഷിക്കാരൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ കുറേ കാലമായിട്ട് പണി ചെയ്യാതിരുന്ന തരിശായ ഒരു നിലത്താണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉണങ്ങിക്കരിഞ്ഞ ഒരു വള്ളിയുടെ അറ്റത്തുനിന്ന് അയാൾക്കൊരു വലിയ മത്തങ്ങ കിട്ടി. അവരുടെ നാട്ടിൽ അതിനു മുമ്പ് മത്തങ്ങ ഉണ്ടായിരുന്നില്ല. അവിടെ വെള്ളരിയുണ്ട്, വഴുതനമുണ്ട്, പടവലമുണ്ട്, കുമ്പളങ്ങയുണ്ട്, ക്യാരറ്റുണ്ട്, പക്ഷേ മത്തങ്ങയില്ല. ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മഞ്ഞ നിറത്തിൽ വലിയൊരു ഗോളം. അയാളത് താങ്ങിയെടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. രാജകൊട്ടാരത്തിൽ അപ്പോൾ രാജസഭ നടക്കുന്ന സമയമായിരുന്നു. രാജാവും മന്ത്രിയും സഭയിലുള്ള മറ്റു വിദ്വാൻമാരും എല്ലാം കൂടെ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കൃഷിക്കാരൻ വലിയ മത്തങ്ങയായിട്ട് അങ്ങോട്ട് ചെന്നത്. അയാൾ മത്തങ്ങ കൊണ്ടുവന്ന് രാജസഭയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പാടത്ത് നിന്ന് കിട്ടിയ സാധനമാണ്, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാജസഭയിലുള്ള ആരും ഇതിനു മുമ്പ് മത്തങ്ങ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും മത്തങ്ങയ്ക്ക് ചുറ്റും കൂടി അതെന്താണെന്ന് പരിശോധിച്ചു. ചിലർ തട്ടി നോക്കി, ചിലർ മുട്ടി നോക്കി. ഇതെന്ത് സാധനമാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അത് ഒരു വലിയ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ട് രാജാവും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും സേനാനായകനും ഉപദേഷ്ടാവും ജ്യോത്സ്യനും എന്നു വേണ്ട സഭയിലുള്ള മുഴുവൻ ആൾക്കാരും അതിന് ചുറ്റും കൂടി നിന്ന് ഇതെന്താണ് എന്ന് ആലോചിച്ചു തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഇത് ആകാശത്ത് നിന്ന് എന്തോ പൊട്ടി വീണതായിരിക്കണം, മേഘത്തിൻ്റെ ഒരു കഷ്ണം പൊട്ടി വീണതായിരിക്കണം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അല്ല, ഇത് ഒരു ചെറിയ നക്ഷത്രമായിരിക്കണം, നക്ഷത്രം പൊട്ടി വീണതായിരിക്കണം. മറ്റൊരാൾ പറഞ്ഞത് ഇത് ചന്ദ്രൻ്റെ ഒരു ഭാഗമാണ് എന്നാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതൊരു മുട്ടയാണെന്നാണ് തോന്നുന്നത്, ഏതോ ജീവിയുടെ മുട്ട. മന്ത്രി വലിയ ബുദ്ധിമാനാണ്, അറിവുള്ളവനാണ് എന്നായിരുന്നു സഭയിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും വിശ്വസിച്ചു. കൃഷിക്കാരൻ കൊണ്ടുവന്നത് ഒരു മുട്ടയാണ് എന്നവർ തീരുമാനിച്ചു. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഈ മുട്ട വിരിഞ്ഞു വരുന്നത് വലിയൊരു നീരാളിയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഭൂതത്താനാണെങ്കിലോ, നമ്മളെയൊക്കെ പിടിച്ച് തിന്നാലോ, ഇത് കൊണ്ടുപോയി കടലിൽ കളയാം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അല്ലല്ല, ഇത് പൊട്ടി മറ്റൊന്നും വരാൻ പോകുന്നില്ല, ഇത് പൊട്ടി ഒരു കുതിരയാണ് വരാൻ പോകുന്നത്. കാരണം വിചിത്രമായ നിറമുള്ളൊരു കുതിര കഴിഞ്ഞ ദിവസം നമ്മുടെ പാടത്തൂടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ചിറകുള്ള ഒരു കുതിര. ഒരു പക്ഷേ സത്യമായിരിക്കും, ആ കുതിരയിട്ട മുട്ടയായിരിക്കും ഇത്. അങ്ങനെ ഇത് ഒരു കുതിര മുട്ടയാണ് എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. ഇനി ഈ കുതിരമുട്ട വിരിയിക്കണം. കുതിരമുട്ട വിരിഞ്ഞാൽ ചിറകുള്ള കുതിര പുറത്ത് വരും. മുട്ട വിരിയണമെങ്കിൽ അടയിരിക്കണം. സാധാരണ കോഴികൾ മുട്ടയിട്ടിട്ട് അതിന് മുകളിൽ 21 ദിവസം അടയിരിക്കുമ്പോഴാണ് അത് വിരിയുന്നത്. അതുപോലെ കുതിരമുട്ടയുടെ മുകളിൽ ആരടയിരിക്കും? ലായത്തിലെ കുതിരകളെ കൊണ്ട് നിർത്തിയാൽ അവ എഴുന്നേറ്റ് ചാടി ഓടിപ്പോകും. അതുകൊണ്ട് രാജസഭയിലുള്ള എല്ലാവരും കൂടി ഊഴമിട്ട് കുതിരമുട്ടയ്ക്ക് അടയിരിക്കാം എന്നവർ തീരുമാനിച്ചു. സഭയിലുള്ള ഓരോരുത്തരായിട്ട് ഓരോ ദിവസം മുട്ടയ്ക്ക് മുകളിൽ ഇരുന്നു തുടങ്ങി. കട്ടിയുള്ള രോമ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അവർ മത്തങ്ങയ്ക്ക് മുകളിൽ ഇരിക്കും. മത്തങ്ങ വിരിഞ്ഞ് കുതിരക്കുട്ടി വരാൻ നോക്കിയിരിക്കുകയാണ്. രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും ഈ കഥ അറിഞ്ഞു. പതുക്കെ വാർത്ത പുറത്തേക്ക് പോയി. തൊട്ടടുത്ത നാട്ടിലുള്ളവരും ഇതറിഞ്ഞു. അവരെല്ലാവരും രാജാവും സഭയിലുള്ള മറ്റുള്ളവരും കുതിരമുട്ട വിരിയാൻ വേണ്ടിയിട്ട് അടയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജാവിനെ കളിയാക്കി ചിരിച്ചു തുടങ്ങി. ഒരു രാജ്യത്തെ രാജാവും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളവരും ഊഴമിട്ട് ഒരു കുതിരമുട്ടയ്ക്ക് അടയിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും ഇത് പറഞ്ഞ് ചിരി തുടങ്ങി. മറ്റുള്ളവർ തങ്ങളെ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്, തങ്ങളെ കളിയാക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാജാവും സഭയിലുള്ളവരും അറിഞ്ഞു. അവർക്കൊരിത്തിരി നാണക്കേടൊക്കെ തോന്നിയെങ്കിലും കുതിരമുട്ട വിരിഞ്ഞ് പറക്കുന്ന കുതിര വരുമ്പോൾ ഈ നാണക്കേടെല്ലാം മാറി തങ്ങൾക്ക് അഭിമാനമായി തീരും എന്ന് അവർ വിചാരിച്ചു. പക്ഷെ ദിവസങ്ങൾ ചെല്ലുന്തോറും ഈ മത്തങ്ങയിൽ നിന്ന് ഒരു വല്ലാത്ത നാറ്റം വന്നു തുടങ്ങി. മത്തങ്ങ ചീഞ്ഞു തുടങ്ങി. ഇതിന് വിരിയാനൊന്നും പോകുന്നില്ല, ഈ മുട്ട ചീഞ്ഞു പോയി എന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. ഈ ചീഞ്ഞ മുട്ട ഈ നാട്ടിലിടണ്ട, തങ്ങളെ കളിയാക്കുന്ന അയൽ രാജ്യത്തേക്ക് ഇതിട്ട് കളയാം എന്നായി അവരുടെ ചിന്ത. അയൽ രാജ്യത്തേക്ക് ഇടണമെങ്കിൽ 2 രാജ്യങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ചെന്ന് ഈ ചീഞ്ഞ മുട്ട താഴെ കുരുട്ടി വിടാം എന്ന് തീരുമാനിക്കപ്പെട്ടു. രാജാവും സഭയിലുള്ളവരും പിന്നാലെ ഒരു വലിയ പരിവാരം ജനങ്ങളും ചീഞ്ഞ മത്തങ്ങയും താങ്ങിപ്പിടിച്ച് മൂക്കും പൊത്തി മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് മലയുടെ മുകളിൽ നിന്ന് ഈ ചീഞ്ഞ മത്തങ്ങ താഴെ കുരുട്ടി വിട്ടു. കുറച്ചു ദൂരം താഴെ കുരുണ്ട മത്തങ്ങ ഒരു പൊന്തക്കാടിനുള്ളിൽ ചെന്ന് വീണ് പൊട്ടിപ്പോയി. ആ പൊന്തക്കാടിനുള്ളിൽ ഒരു മുയലിരിപ്പുണ്ടായിരുന്നു.
ചീഞ്ഞ മത്തങ്ങ ഉരുണ്ട് പൊന്തക്കാടിനുള്ളിലേക്ക് വന്നപ്പോഴേക്കും മുയൽ ചാടി ഓടിക്കളഞ്ഞു. വെളുത്തൊരു മുയലായിരുന്നു അത്. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് രാജാവ് വിളിച്ചു പറഞ്ഞു, ദാ നോക്ക്, നമ്മളുടെ മുട്ട വിരിഞ്ഞു, ഒരു കുതിരക്കുഞ്ഞ് അതിനുള്ളിൽ നിന്ന് ഓടിപ്പോകുന്നു. എല്ലാവരും കൂടി മുയലിൻ്റെ പിന്നാലെ ഓടിയെങ്കിലും അതൊരു മാളത്തിൽ കയറി ഒളിച്ചു കളഞ്ഞു. അവരവിടൊക്കെ തപ്പി നടന്നിട്ടും കുതിരക്കുട്ടിയെ കിട്ടിയില്ല. തങ്ങൾ ഇത്തിരി കാലം കൂടി ക്ഷമിക്കേണ്ടതായിരുന്നുവെന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ പറക്കുന്ന ഒരു കുതിരക്കുഞ്ഞിനെ തങ്ങളുടെ രാജ്യത്തിന് സ്വന്തമായി കിട്ടുമായിരുന്നുവെന്നും സങ്കടപ്പെട്ടുകൊണ്ട് രാജാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു നടന്നുപോയി. അയൽ രാജ്യക്കാർക്ക് പിന്നെയും പിന്നെയും പറഞ്ഞ് ചിരിക്കാൻ ഒരു കഥ കൂടി കിട്ടി. ഇനി രണ്ടാമത്തെ കഥ പറയാം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് രാം സിംഗ് എന്നായിരുന്നേ. അപ്പോൾ ഈ രാം സിംഗിന് അവൻ്റെ വീട്ടിൽ അമ്മയില്ല. അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച രണ്ടാനമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ടാനമ്മ വളരെ ദുഷ്ടയായ ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും രാം സിംഗിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, കൂടാതെ വഴക്കും പറയും. അങ്ങനെ രാം സിംഗ് ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അവന് മറ്റാരുമില്ല, ബന്ധുക്കൾ ആരുമില്ല. രണ്ടാനമ്മയുടെ ശല്യം സഹിക്കവയ്യ, എപ്പോഴും വഴക്കും ചീത്ത വിളിയും തന്നെയാണ്. ആവശ്യത്തിന് ഭക്ഷണവും കിട്ടുന്നില്ല. ദൂരെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാം എന്ന് കരുതി അവൻ പോകാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാണ്ഡക്കെട്ടൊക്കെ മുറുക്കി വീട്ടിൽ നിന്നിറങ്ങി. അവരുടെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ സാധാരണ ഇരിക്കാറുള്ള വളരെ പ്രായം ചെന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. രാം സിംഗ് ഈ അപ്പൂപ്പനുമായിട്ട് വലിയ കൂട്ടായിരുന്നു. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് യാത്ര പറഞ്ഞേക്കാമെന്ന് കരുതി അവന് ഈ അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അപ്പൂപ്പ, എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ, എൻ്റെ രണ്ടാനമ്മ എന്നോട് എപ്പോഴും വഴക്കാണ്, അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, മോനെ, നീ എവിടെ പോയി എന്ത് നേടിയാലും സ്വന്തം വീട്ടിൽ നിന്ന് വേറെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ആവുകയില്ല. നിനക്ക് പോകാതെ മറ്റു മാർഗമില്ലേ? അവൻ പറഞ്ഞു, ഇല്ല അപ്പൂപ്പ, ഒരു രക്ഷയുമില്ല, അമ്മ എന്നോട് എപ്പോഴും വഴക്കാണ്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ പൊക്കോ, പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് തരുന്ന ഉപദേശങ്ങൾ നീ പ്രത്യേകമായിട്ട് കേട്ടോണം. ഇത് എവിടെ പോയാൽ നീ അനുസരിക്കുകയും വേണം, നിനക്ക് നന്മയെ വരൂ. രാം സിംഗ് സമ്മതിച്ചു. അപ്പോൾ ആ വൃദ്ധൻ അവന് 5 ഉപദേശങ്ങൾ കൊടുത്തു. ഒന്നാമത്തെ ഉപദേശം, മുതിർന്നവർ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം എന്നായിരുന്നു. എന്ത് പറഞ്ഞാലും എന്തിന് എന്ന് ചോദിക്കരുത്, അനുസരിക്കണം. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരോട് സൗമ്യമായിട്ട് ഇടപെടണമെന്നും മൃദുവായിട്ട് സംസാരിക്കണം എന്നുമായിരുന്നു. മൂന്നാമത്തേത്, ഒരിക്കലും കള്ളം പറയരുത് എന്നായിരുന്നു. നാലാമത്തെ ഉപദേശം, പദവിയിൽ നമ്മെക്കാളും ഉയർന്ന ആൾക്കാരുടെ ഒപ്പം എത്താൻ മത്സരിക്കരുത് എന്നതായിരുന്നു. അഞ്ചാമത്തെ കാര്യം, പുണ്യാത്മാക്കളോട്, മഹാത്മാക്കളോട് സംസാരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും വേണം എന്നതായിരുന്നു. രാം സിംഗ് ഈ 5 ഉപദേശങ്ങളും അനുസരിച്ചു കൊള്ളാം എന്ന ഈ അപ്പൂപ്പന് വാക്ക് കൊടുത്തിട്ട് നാട് വിട്ടുപോയി. അവൻ നാട് വിട്ട് കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ മറ്റൊരു രാജ്യത്ത് എത്തിച്ചേർന്നു. അവിടെ ഒരു കച്ചവടക്കാരൻ്റെ കടയിൽ ജോലിക്കാരനായിട്ട് അവൻ കൂടി. അവൻ്റെ വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു. നല്ല വിനയമുള്ള അടക്കമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രാം സിംഗ്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരന് അവനോട് വലിയ ഇഷ്ടവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കച്ചവടക്കാരൻ അറിഞ്ഞു, രാജാവിൻ്റെ മന്ത്രിയുടെ ജോലിക്കാരൻ ഒരു ചെറിയ പയ്യനായിരുന്നു. അവനെ എന്തോ കുറ്റത്തിന് മന്ത്രി പുറത്താക്കി. പകരം മന്ത്രിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ട്. രാം സിംഗിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്ന കച്ചവടക്കാരൻ അവനോട് പറഞ്ഞു, നീ ചെന്നാൽ നിനക്ക് ആ ജോലി കിട്ടും, നിനക്ക് അവിടെ നിന്ന് ഉയരങ്ങളിൽ എത്താനും പറ്റും. അങ്ങനെ രാം സിംഗ് ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ മന്ത്രിയുടെ അടുത്ത് ചെല്ലുകയും അവനെ കണ്ട മന്ത്രി അവനെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ തൻ്റെ ജോലിക്കാരനായിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ രാം സിംഗ് മന്ത്രിയുടെ വീട്ടിലെ ജോലിക്കാരനായിട്ട് മാറി. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മന്ത്രിയുടെ പ്രീതി സമ്പാദിക്കാൻ അവന് കഴിഞ്ഞു. അതിനുശേഷം മന്ത്രി യാത്ര പോകുമ്പോഴൊക്കെ മന്ത്രിയുടെ ഒപ്പം പോകുന്ന പ്രിയപ്പെട്ട ഒരു സേവകനായിട്ട് രാം സിംഗ് മാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തെ രാജാവ് ഒരു യാത്രയ്ക്ക് പോയി. രാജാക്കന്മാർ യാത്രയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോവുക, കൂടെ കുറേ ആൾക്കാർ കാണും. ഭടന്മാർ കാണും, മന്ത്രിമാർ കാണും, ഉപദേശകന്മാർ കാണും, പിന്നെ വിദൂഷകന്മാർ കാണും. അങ്ങനെ ഒരുപാട് ആൾക്കാർ, അവരുടെ എല്ലാം ജോലിക്കാർ. വലിയൊരു കൂട്ടമായിട്ടാണ് രാജാവ് ഇങ്ങനെ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ രാജാവ് യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി പോയി. മന്ത്രിക്കൊപ്പം നമ്മുടെ രാം സിംഗും പോയി. അവരൊരുപാട് നാടുകൾ കൂടി സഞ്ചരിച്ചു. രാത്രിയാവുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തമ്പടിച്ച് അവിടെ താമസിക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നീട് പിറ്റേന്ന് അടുത്ത രാജ്യത്തേക്ക് യാത്രയാവും.
കൂടെ പാചകക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണ് വഴിയിൽ ഭക്ഷണം പാകം ചെയ്യുകയും രാജാവിനും മന്ത്രിക്കുമുള്ള ഭക്ഷണം വിളമ്പുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരൊരു വലിയ ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഭയങ്കര പൊടിയാണ്. മരങ്ങളൊക്കെ പൊടി പിടിച്ച് ഉണങ്ങി നിൽക്കുന്നു. ആകെപ്പാടെ ഒരു മൂകമായ അവസ്ഥ. അപ്പോഴേക്ക് സന്ധ്യയായിരുന്നു. അപ്പോൾ രാജാവ് അവിടെ തമ്പടിക്കാം എന്ന് തൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാർ വന്ന് പറഞ്ഞു, മഹാരാജാവേ, ഇവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളമില്ല. കുറേ കാലമായിട്ട് ഇവിടെ വരൾച്ചയാണ്. പിന്നെ ഇവിടെ ആകെപ്പാടെ ഒരു കിണറേ ഉള്ളൂ. ആ കിണറ് കുറച്ച് ദൂരെ മാറിയാണ്. അവിടെ ഒരു ഭൂതം താമസിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ ആർക്കും പറ്റാറുമില്ല. ഈ ഭൂതം താമസിക്കുന്നതിനടുത്ത് കാണുന്നത് വലിയൊരു കിണറാണ്. ആ കിണറിനുള്ളിലേക്ക് ഇറങ്ങാൻ ഒരുപാട് പടവുകളുണ്ട്. പടവുകൾ ഇറങ്ങിച്ചെന്നാൽ നല്ല ശുദ്ധമായ വെള്ളവുമുണ്ട്. പക്ഷേ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടേക്ക് വെള്ളം എടുക്കാൻ പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. എന്തായാലും അന്ന് അവിടെ താമസിക്കാം എന്ന് തന്നെ രാജാവ് കരുതി. സന്ധ്യ കഴിഞ്ഞതിനാൽ പിന്നീട് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിരുന്നു താനും. കൂടെ ഇത്രയധികം ആൾക്കാരുമുണ്ട്. എന്തായാലും രാജാവ് തമ്പടിച്ച് വിശ്രമിക്കാൻ കിടന്നു. പാചകക്കാർ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. സേവകന്മാരെല്ലാം വിശ്രമിക്കുകയാണ്. ആർക്കും വെള്ളമില്ല. മന്ത്രിയും സേനാനായകനും ചേർന്ന് എല്ലാ ജോലിക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എല്ലാവരും കൂടി ചേർന്ന് ആ ഭൂതം എവിടെയാണ് ഉള്ളത് അവിടെ പോയി ആ കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഭൂതമുണ്ടെങ്കിൽ ഭൂതത്തിനെ ഓടിച്ചും വിടണം. ഇതും പറഞ്ഞിട്ട് മന്ത്രിയും സേനാനായകനും വിശ്രമിക്കാൻ പോയി. പക്ഷേ ജോലിക്കാർക്ക് ആർക്കും വെള്ളം എടുക്കാൻ പോകാൻ വയ്യ. എല്ലാവർക്കും പേടിയാണ്. ഏറ്റവും മുതിർന്ന ആൾ അതിന് താഴെയുള്ള ആളോട് പറയും, അതിന് താഴെയുള്ള ആൾ അതിന് ഇളയ ആളോട് പറയും. അങ്ങനെ താഴേക്ക് വന്ന് ഏറ്റവും ഇളയവനായ രാംസിംഗിനോടായി എല്ലാവരുടെയും ആജ്ഞ. എല്ലാവരും കൂടി രാംസിംഗിനോട് പോയി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. രാംസിംഗിന് അപ്പൂപ്പൻ കൊടുത്ത ഉപദേശമാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്നാണ്. അതുകൊണ്ട് അവൻ വലിയ 2 കലങ്ങളും എടുത്തുകൊണ്ട് ഭൂതമുള്ള സ്ഥലത്തേക്ക് വെള്ളം എടുക്കാൻ പോയി. നടന്ന് കുറേ ദൂരം നടന്ന് ചെന്നിട്ടാണ് അവൻ ആ കിണർ കണ്ടുപിടിച്ചത് തന്നെ. ഒരു വലിയ കിണർ. അവിടെ ഒന്നും ആരെയും കണ്ടില്ല. കിണറിനടിയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ടായിരുന്നു. അവൻ ആ പടവുകൾ വഴി താഴേക്ക് ഇറങ്ങി. അവൻ്റെ കയ്യിൽ ഒരു വലിയ കുടവും ഒരു ചെറിയ കുടവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ 2 കുടങ്ങളും നിറച്ചു. പൊക്കി നോക്കിയപ്പോൾ നല്ല ഭാരം. അതുകൊണ്ട് അവന് വലിയ കുടം അവിടെ വെച്ചിട്ട് ചെറിയ കുടവും പൊക്കി തലയിൽ വെച്ച് പതുക്കെ മുന്നോട്ട് നടന്നു. പടവുകൾ കയറി മുകളിൽ ചെല്ലാറായപ്പോൾ കൊണ്ട് വാതിൽ തടഞ്ഞ് ആരോ നിൽക്കുന്നു. നോക്കുമ്പോൾ ഭീമാകാരനായ ഒരു ഭൂതത്താൻ. കണ്ടാൽ തന്നെ പേടിയാവും. കറുത്തിരുണ്ട ഒരു രൂപം. ഈ ഭൂതത്തിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. രാംസിംഗ് സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറേ എല്ലുകളാണ്. അയാൾ ആ എല്ലിൻ കഷ്ണങ്ങൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ രാംസിംഗിനോട് ചോദിച്ചു, നോക്ക്, എൻ്റെ ഭാര്യയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? രാംസിംഗിന് അപ്പൂപ്പൻ കൊടുത്ത ഉപദേശം അനുസരിച്ച് ആരോടും ദേഷ്യപ്പെട്ട് പെരുമാറരുത്, സൗമ്യമായിട്ടേ പെരുമാറാവും. ഭൂതത്താൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഭൂതത്താൻ്റെ മുഖത്തെന്തോ വലിയ വിഷമമുണ്ട് എന്ന് രാംസിംഗിന് തോന്നി. എന്തായാലും അയാളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറഞ്ഞു, ഇതുപോലെ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. ഭൂതത്തിൻ്റെ മുഖം വിടർന്നു. അതിൻ്റെ മുഖത്തെ രൗദ്രഭാവം മാറി. അത് രാംസിംഗിനോട് പറഞ്ഞു, എല്ലാവരും എന്നോട് പറയും ഇതൊരു വെറും എല്ലും കഷ്ണമാണെന്ന്. എൻ്റെ ഭാര്യ മരിച്ചു പോയി എന്നും അവൾ ഒരുപിടി എല്ലും കഷ്ണങ്ങളായി മാറിയെന്നും എല്ലാവരും എന്നോട് പറയും. നീയാണ് എനിക്ക് സമാധാനം തരുന്ന ഒരു വാക്ക് പറഞ്ഞത്. നിനക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് ഈ വെള്ളം ഒന്ന് ഉയർത്തി എൻ്റെ ജനങ്ങളുടെ അടുത്ത് കൊണ്ടെത്തിക്കാൻ സഹായിച്ചു തരണം. ഭൂതം പറഞ്ഞു, അതിനെന്താ, ഞാൻ സഹായിച്ചു തരാമല്ലോ. ഭൂതം ആ വലിയ കുടം വെള്ളം പൊക്കിയെടുത്ത് രാംസിംഗിൻ്റെ കൂടാരത്തിനടുത്ത് കൊണ്ട് വെച്ചു കൊടുത്തു. ചെറിയ കുടവുമായിട്ട് രാംസിംഗ് പിന്നാലെ ചെല്ലുകയും ചെയ്തു. ഭൂതവും രാംസിംഗും കൂടെ വെള്ളം കൊണ്ടുവരുന്ന കണ്ട് ബാക്കിയുള്ളവർ പേടിച്ച് വിറച്ചുപോയി. കൂടാരത്തിനടുത്ത് വെള്ളം വെച്ചിട്ട് ഭൂതം രാംസിംഗിനോട് ചോദിച്ചു, ഇനി പറയൂ, നീ എന്നോട് നല്ല വാക്കുകൾ സംസാരിച്ചു, കരുണയോടെ ഇടപെട്ടു. നിനക്ക് ഒരു സമ്മാനം തരണം എന്നെനിക്കുണ്ട്. ഞാൻ നിനക്ക് എന്ത് സമ്മാനം തരേണ്ടത്? രാംസിംഗ് പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട. അങ്ങ് ഈ വലിയ കിണർ വിട്ടിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ മതി. അത് ജനങ്ങൾ എടുത്തോളട്ടെ, അവർ വെള്ളം കുടിക്കട്ടെ. ഭൂതത്താൻ സന്തോഷമായി. ഭൂതത്താൻ ആ കിണർ വിട്ട് ദൂരേക്ക് പറന്നുപോയി. രാംസിംഗ് ചെയ്ത നല്ല പ്രവൃത്തി അറിഞ്ഞ രാജാവിന് രാംസിംഗിനോട് വലിയ സ്നേഹം തോന്നി. അദ്ദേഹം രാംസിംഗിനെ തൻ്റെ സേവകന്മാരിൽ ഒരാളായിട്ട് നിയമിച്ചു. പതിയെ രാംസിംഗ് ഉദ്യോഗക്കയറ്റം കിട്ടി ആ രാജ്യത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിട്ട് മാറി. അവൻ്റെ കണക്ക് കൃത്യമായിരുന്നു. അവൻ സൂക്ഷ്മതയോടെ തൻ്റെ ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനെ വലിയ ഇഷ്ടവുമായിരുന്നു. എന്നാൽ രാജകൊട്ടാരത്തിൽ രാജാവിനൊരു അനുജനുണ്ടായിരുന്നു. ഈ അനുജന് രാജാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട്
എങ്ങനെയെങ്കിലും അടുത്ത രാജാവായി തീരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇങ്ങനെ അടുത്ത രാജാവായി തീരാൻ വേണ്ടി തൻ്റെ കൂടെ ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് കുറേ പണം ആവശ്യമുണ്ടായിരുന്നു. അയാൾ കരുതി എങ്ങനെയെങ്കിലും രാംസിംഗിനെ വശത്താക്കുകയാണെങ്കിൽ ഖജനാവിൽ നിന്ന് കുറേ പണം കൈക്കലാക്കി ആ പണം കൊടുത്ത് ആൾക്കാരെ തൻ്റെ കൂടെ നിർത്താമെന്ന്. അയാൾ രാംസിംഗിനോട് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രാംസിംഗ് ഒരു വിധത്തിലും വഴങ്ങാൻ തയ്യാറായില്ല. അതോടെ അയാൾക്ക് രാംസിംഗിനോട് വലിയ വിരോധമായി. ഇയാൾ പലതവണയായിട്ട് രാജാവിനോട് ചെന്ന് രാംസിംഗിനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കുറേ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തതോടെ രാജാവ് വിശ്വസിക്കുകയും രാംസിംഗിനെ എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കരുതുകയും ചെയ്തു. തൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ രാംസിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്നായിരുന്നു രാജാവിൻ്റെ അനുജൻ്റെ വാഗ്ദാനമെങ്കിലും തനിക്ക് ഗ്രാമത്തിൽ നിന്ന് വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ തന്ന ഉപദേശം അനുസരിച്ച് തന്നിൽ നിന്നും ഉയർന്ന ഒരാളുടെ പദവി ഒരിക്കലും പിടിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ അവിടെ എത്താൻ ശ്രമിക്കരുത് എന്ന് രാംസിംഗിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും രാജാവിനെ ചതിക്കാൻ കൂട്ടുനിൽക്കാൻ രാംസിംഗ് ഒരുങ്ങിയില്ല. ഇത് രാജാവിൻ്റെ അനുജന് രാജകുമാരന് വളരെയധികം ദേഷ്യമുണ്ടാക്കുകയും അയാൾ രാജാവിനോട് ഒരുപാട് നുണക്കഥകൾ പറഞ്ഞു കൊടുത്ത് രാജാവിനെ രാംസിംഗിനെതിരെ തിരിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം രാംസിംഗിനെ പറ്റിയുള്ള നുണക്കഥകൾ കേട്ട് ദേഷ്യപ്പെട്ട രാജാവ് രാംസിംഗിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. എന്നാൽ രാംസിംഗിനെ രാജ്യത്തെല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്നും അവനെ വെറുതെ അങ്ങ് കൊന്നുകളഞ്ഞാൽ മറ്റുള്ളവർ തന്നെ കുറ്റം പറയുമെന്നും കരുതിയ രാജാവ് തൻ്റെ ഭടന്മാരോട് കുറേ ദൂരെയായിട്ട് പോയിട്ട് അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. കുറേ കല്ലുകളും കട്ടകളും ഒക്കെ പെറുക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. കുറേ നേരം കഴിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇതെന്താണ് പണി തീരാത്തത്, വേഗം പണിയെ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളെ അപ്പോൾ തന്നെ വെട്ടിക്കൊല്ലണം. ഇതും പറഞ്ഞ് ഭടന്മാരെ ഒരു വലിയ മൈതാനത്തിലേക്ക് അയച്ചിട്ട് രാജാവ് രാംസിംഗിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടി കുറേ പണിക്കാരെ മൈതാനത്തിനടുത്ത് നിർത്തിയിട്ടുണ്ട്. നീ അവിടെ പോയിട്ട് അവരുടെ പണിയൊക്കെ ഒന്ന് നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് വരണം. രാംസിംഗ് കൊട്ടാരത്തിൻ്റെ പണിക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഈ മൈതാനത്തേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഒരു പുണ്യവാനായ മനുഷ്യനിരുന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ പ്രസംഗം കേട്ട രാംസിംഗ് അവിടെ നിന്നത് കേൾക്കാൻ തുടങ്ങി. അവനോർത്തു, പണ്ട് താൻ ഗ്രാമത്തിൽ നിന്ന് പോരുമ്പോൾ അപ്പൂപ്പൻ പറഞ്ഞത് എവിടെയെങ്കിലും പുണ്യവാന്മാരായ മനുഷ്യരുടെ വാക്കുകൾ കേട്ടാൽ അതിന് ചെവി കൊടുക്കണം എന്നാണ്. എന്നാൽ പിന്നെ ഈ വാക്കുകൾ മുഴുവൻ ശ്രവിച്ചിട്ട് പോകാം എന്ന് കരുതി രാംസിംഗ് ആ ക്ഷേത്രത്തിൽ കയറിയിരുന്ന് ആ വിശുദ്ധൻ്റെ പ്രസംഗം മുഴുവനും കേട്ടു. രാജാവ് രാംസിംഗിനെ ഭടന്മാരുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് രാജാവിൻ്റെ അനുജനായ രാജകുമാരൻ അറിയാമായിരുന്നു. അവൻ്റെ തലയെടുത്തിട്ടേ താനിന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് കരുതി രാജകുമാരൻ കാത്തിരിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രാംസിംഗിൻ്റെ മരണവാർത്ത അറിയണം. കുറേ നേരം കാത്തിരുന്നിട്ടും മരണത്തിനെ പറ്റിയ വാർത്തയൊന്നും എത്തിയിരുന്നില്ല. രാജകുമാരനാണെങ്കിൽ നല്ല വിശപ്പുമായി. അതുകൊണ്ട് പോയി കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം എന്ന് കരുതി അയാൾ കുതിരപ്പുറത്ത് മൈതാനത്തേക്ക് പോയി. അവിടെ കുറേ പണിക്കാർ നിന്ന് കട്ടകളുടെ മുകളിൽ കട്ട അടുക്കുകയും പിന്നെ അത് അവിടെ നിന്ന് എടുക്കുകയും വെറുതെ നിൽക്കുകയും ഒക്കെയാണ്. ഇത് കണ്ട ദേഷ്യം വന്ന രാജകുമാരൻ അവരോട് ചോദിച്ചു, എന്തായി നിങ്ങളുടെ പണി? നിങ്ങളെ ഏൽപ്പിച്ച പണി തീർന്നോ? ഭടന്മാർ അപ്പോൾ തന്നെ വാളൂരി രാജകുമാരനെ വെട്ടിക്കൊന്നു. വാർത്ത ഉടൻ തന്നെ രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് ഉടനെ ആ സ്ഥലത്തേക്ക് ചെന്നു. വിവരം പറഞ്ഞ് അപ്പോഴേക്ക് രാംസിംഗും എത്തി. രാജാവ് രാംസിംഗിനോട് ചോദിച്ചു, നീ എവിടെ പോയിരിക്കുകയായിരുന്നു ഇതുവരെ? രാംസിംഗ് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു പുണ്യവാനായ മനുഷ്യൻ്റെ പ്രസംഗം കേട്ട് ഞാനത് കേട്ട് നിന്ന് പോയതാണ്. ഞാൻ എൻ്റെ ജോലിയിൽ കുറച്ച് വിലോപം വരുത്തിപ്പോയി, അങ്ങനോട് ക്ഷമിക്കണം. എന്തായാലും രാജകുമാരൻ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് സ്വയം മരണം ഏറ്റുവാങ്ങിയത് എന്ന് രാജാവ് അന്വേഷിച്ചു. അപ്പോഴാണ് രാജകുമാരൻ്റെ കുതന്ത്രങ്ങളെപ്പറ്റി രാജാവിന് മനസ്സിലായത്. അതോടെ രാംസിംഗിന് മേലുള്ള രാജാവിൻ്റെ വിശ്വാസം വർദ്ധിച്ചു. രാംസിംഗിനെ തൻ്റെ മുഖ്യമന്ത്രിയായിട്ട് രാജാവ് നിയമിച്ചു. അങ്ങനെ തൻ്റെ ഗ്രാമത്തിലെ ഒരു ചെറിയ കുടിലിൽ നിന്ന് ചെറിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ട് വീട് വിട്ടിറങ്ങിയ രാംസിംഗ് അപ്പൂപ്പൻ്റെ ഉപദേശപ്രകാരം ആ രാജ്യത്തെ ഏറ്റവും ഉന്നതനായ പദവിയിൽ എത്തിച്ചേർന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.